2 ദിവസത്തെ ഒരു ഗോവ ട്രിപ്പ്. കെട്ടും കിടക്കയൊക്കെ പാക്ക് ചെയ്ത് രാവിലെ 11:30 ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി. വഴിനീളെ എല്ലാ സ്റ്റേഷനിലും ഇറങ്ങി ഇങ്ങനെ ഓരോ ഫോട്ടോ എടുത്ത് വെളുപ്പിന് 2 മണിയായപ്പം മഡ്ഗാവ് സ്റ്റേഷനിലെത്തി. ഫസ്റ്റ് തിങ്, ഒരു സ്കൂട്ടർ റെന്റിന് എടുക്കണം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് സൗകര്യമായിരിക്കും. അങ്ങനെ ഡെയിലി 400 രൂപ എന്ന റേറ്റിന് ഈ കാണുന്ന സ്കൂട്ടർ 3 ദിവസത്തേക്ക് ഞങ്ങൾ റെന്റിന് എടുത്തു. സ്ക്രാച്ചും ചിലക്കൊക്കെ ആവശ്യത്തിൽ കൂടുതലുള്ളത് കൊണ്ട് ഒരു വീഡിയോ എടുത്തു വെക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ അവസാനമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാലോ. ഇനി നേരെ റൂമിൽ പോണം. ബാഗൊക്കെ വെച്ചിട്ട് ഫ്രീ ആവണം. സൗത്ത് ഗോവയില് വർക്ക ബീച്ചിനടുത്ത് ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലായിരുന്നു 2 ദിവസത്തേക്ക് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. സോ ഇതാണ് ഞങ്ങളുടെ റൂമിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു മിറർ, ടേബിൾ, ചെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ബെഡ്. റൂമിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 ബാൽക്കണി ഉണ്ട്. ആദ്യത്തെ ബാൽക്കണി നമ്മൾ ഈ ബെഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ട്. അതിലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗാർഡൻ കാണാം. ഫിഷിൻ്റെ ആ സ്റ്റാച്യു, പിന്നെ ഫൗണ്ടൻ, ഇതൊക്കെ കാണാം ഇവിടുന്ന് നോക്കുമ്പോൾ. ആൻഡ് നമ്മുടെ റൂമിലേക്ക് കയറി ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഈ മെയിൻ ബാൽക്കണി കാണാം. ഇതിലെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളൊരു ഗ്രീൻ വ്യൂ ആണ്. തെങ്ങും ഗ്രീനറിയും ഒക്കെ ആയിട്ട് അങ്ങ് ദൂരെ ഒരു റോഡും കാണാം. ഇതാണ് മിസ്റ്റർ ഡാനിയൽ. അവിടെ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റിനെ പാട്ടും ചെറിയ ഡാൻസും ഒക്കെ ആയിട്ട് എന്റർടൈൻ ചെയ്യിക്കാനായിട്ടാണ് പുള്ളി ഇവിടെ വയ്ക്കുന്നത്. കേരളത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞപ്പോൾ 1-2 മലയാളം പാട്ടൊക്കെ അറിയാമെന്നും പറഞ്ഞ് ആള് നമ്മുടെ ഉണ്ണി വാവാവോ പാട്ടൊക്കെ പാടി. ലാസ്റ്റ് ആളുടെ കൂടെ നിന്നൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ സ്കൂട്ടർ എടുത്ത് കറങ്ങാനിറങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ തേരാപ്പാര വണ്ടി ഓടിച്ച് ഗോവയൊക്കെ കണ്ട് അവസാനം മജോദ ബീച്ചിലെത്തി. വാട്ടർ സ്പോർട്സും നല്ല അടിപൊളി ഗോവൻ സീ ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, ഒരുപാട് ക്രൗഡഡ് ഒന്നും അല്ലാതെ കാമായിട്ടുള്ളൊരു സ്പോട്ട്. അങ്ങനെ ബീച്ചിൽ കുറേ നേരം തിരിഞ്ഞ് നടന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ കാണുന്ന ഫ്ലെക്സ് കണ്ടുപെട്ടത്. ഗോവ കാർണിവൽ. അടിപൊളി. അപ്പൊ നാളെ നേരെ പനാജിയിലോട്ട് വിടാം. ഡിന്നറിനൊരു ഗോവൻ ഫിഷ് താലിയും കോക്ടെയിലും കൂടെ ആയപ്പോൾ ഇന്നത്തെ ദിവസം സെറ്റായി. ഗുഡ് മോർണിംഗ് ഫ്രം ഗോവ. അങ്ങനെ രാവിലെ തന്നെ റെഡിയായി ഇറങ്ങി. പനാജിയിൽ പോയി ഗോവ കാർണിവൽ കാണുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. വർക്ക മർഗാവോ റോഡിൽ മദേഴ്സ് റെസിപ്പി എന്ന പേരിൽ നല്ല അടിപൊളി ഗോവൻ ഹോം മെയ്ഡ് ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. പുറമേ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു കട. പക്ഷെ നല്ല ടേസ്റ്റി ഫുഡ് റീസണബിൾ പ്രൈസിന് ഇവിടുന്ന് കിട്ടും.
ഇതാണ് ന്യൂ സുവാരി ബ്രിഡ്ജ്. സൗത്ത് ഗോവയെയും നോർത്ത് ഗോവയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ ബ്രിഡ്ജാണ്. പോർച്ചുഗീസ് ഭരണകാലത്ത് ഗോവയുടെ ക്യാപിറ്റലായിരുന്ന വേല ഗോവ അഥവാ ഓൾഡ് ഗോവയിലാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യകാല ബസിലിക്കകളിൽ ഒന്നായ ഈ ചർച്ച് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടാണ്. ഏകദേശം 400 വർഷത്തോളം പഴക്കമുണ്ട് ഈ ചർച്ചിന്. സെയിന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ മരിക്കുന്നത് 1552 അപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 472 വർഷം കഴിഞ്ഞു. ഇപ്പോഴും വിശുദ്ധന്റെ ബോഡി ഡീകമ്പോസ് ചെയ്യാതെ ഈ ചർച്ചിലുണ്ട്. ഒരു സിൽവർ പേടകത്തിലാണ് ഈ ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാ 10 വർഷം കൂടുമ്പോഴും സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ചരമവാർഷിക സമയത്ത് ഈ ബോഡി പബ്ലിക്കിന് പൊതുദർശനത്തിന് വെക്കാറുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊതുദർശനത്തിന് വെച്ചിരുന്നത് 2014 അതായത് ഈ വർഷം നവംബർ അവസാനത്തോടെ വിശുദ്ധന്റെ ബോഡി പബ്ലിക്കിന് പൊതുദർശനത്തിന് വയ്ക്കും. ഗോവയുടെ റിച്ച് കൾച്ചറിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബസിലിക്ക ഓഫ് ബോം ജീസസ്. അങ്ങനെ പനാജി എത്തി. കാർണിവലിന് വേണ്ടി റോഡെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് കാർണിവൽ പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ സമയം ഉച്ചയായതേ ഉള്ളൂ. അപ്പോ ഇവിടെ അടുത്തിനി എന്തൊക്കെ കാണാനുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫോണ്ടൻ ഹൗസ്. ഗോവയുടെ ക്യാപിറ്റലായ പനാജിയിലെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഫോണ്ടൻ ഹൗസ്. ഗോവയിലെ തന്നെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള സ്ഥലം. ഏകദേശം 450 വർഷങ്ങളോളം നീണ്ടുനിന്ന ഗോവയുടെ പോർച്ചുഗീസ് കൊളോണിയൽ ഹിസ്റ്ററിയുടെ അവശേഷിപ്പുകൾ ഇവിടെ കാണാം. ഗോവ പോർച്ചുഗീസ് ഭരണത്തിലായിരുന്ന സമയത്ത് പോർച്ചുഗീസ് ഭരണാധികാരികളുടെയും ഓഫീസേഴ്സിന്റെയും ബിസിനസ് പീപ്പിളിന്റെ ഒക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു ഈ സ്ഥലം. അന്നത്തെ പോർച്ചുഗീസ് കൾച്ചർ ഇപ്പോഴും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ലാറ്റിൻ ക്വാർട്ടർ ഓഫ് ഗോവ എന്നും അറിയപ്പെടുന്നു. കളർഫുൾ ബിൽഡിങ്സ്, നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ്സ്, കഫേസ്, ഇതൊക്കെയാണ് ഫോണ്ടൻ ഹൗസിന്റെ പ്രത്യേകത. വളരെ വീതി കുറഞ്ഞ വഴികളായതുകൊണ്ട് നടന്നു തന്നെ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. ഗോവയിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇത്. ഇതാണ് മണ്ടോവി റിവർ. ഗോവയുടെ ലൈഫ് ലൈൻ എന്നാണ് ഈ റിവറിനെ പറയുന്നത്. മണ്ടോവി നദിയുടെ തീരത്തുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഫോർട്ടാണ് റെയ്സ് മാഗോസ് ഫോർട്ട്. സെഞ്ചുറിയിൽ പോർച്ചുഗീസ് പണി കഴിപ്പിച്ചതാണ് ഈ ഫോർട്ട്. മണ്ടോവി റിവറിന്റെ ഏറ്റവും നാരോ ആയിട്ടുള്ള പോർഷൻ ഗാർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡിഫൻസ് ഔട്ട് പോസ്റ്റ് ആയിട്ടാണ് ആദ്യം ഇത് പണിതത്. പോർച്ചുഗലിൽ നിന്ന് വരുന്ന വൈസ്രോയ്സും മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരും ഈ ഫോർട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ കാണുന്നതാണ് റെയ്സ് മാഗസ് ചർച്ച്. ഈ ചർച്ചും ഈ ഫോർട്ടും എല്ലാം നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്.
ഫഹദ് ഫാസിലിന്റെ പാച്ചുവും അത്ഭുത വിളക്കും. അതിലൊരു സൂപ്പർ പാട്ടില്ലേ, നിൻ കൂടെ ഞാനില്ലയോ എന്ന് തുടങ്ങുന്ന, അതിന്റെ കുറെ ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഫോർട്ടിലാണ്. ഇനി എത്രയും പെട്ടെന്ന് തിരിച്ച് പഞ്ചമിലെത്തണം. 5 മണി കഴിഞ്ഞതുകൊണ്ട് കാർണിവൽ സ്റ്റാർട്ടായി കാണുമോ എന്ന് ടെൻഷൻ അടിച്ച് ഫോർട്ടിന്റെ അടുത്ത് കരിക്ക് വെക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പഞ്ചമിലെത്താൻ ഷോർട്ട് കട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഗോവ ഗവൺമെന്റിന്റെ ഫ്രീ ഫെറി സർവീസ് ഉണ്ട്. ബെട്ടിം ഫെറി ടെർമിനലിൽ ചെന്നാൽ പെട്ടെന്ന് തന്നെ ഫെറിയിൽ റിവർ ക്രോസ് ചെയ്ത് പനാജിയിലെത്താൻ പറ്റുമെന്ന്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങനെ തന്നെ വന്നാൽ മതിയായിരുന്നു. വെറുതെ റോഡിലൂടെ 3-4 കിലോമീറ്റർ അധികം ഓടി. കാർണിവൽ സ്റ്റാർട്ടായിട്ടില്ല. റോഡിന്റെ സൈഡിലെല്ലാം ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി സീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാസ്കും കളർഫുൾ കോസ്റ്റ്യൂമും ഒക്കെ ആയിട്ട് ഫുൾ ഒരു സെലിബ്രേഷൻ വൈബ്. ഇവിടെ കുറെ കുട്ടികളൊക്കെ വാട്ടർ ഗണ്ണും കളറും ഒക്കെ ആയിട്ട് ആകെ ബഹളം. പരേഡ് സ്റ്റാർട്ടായല്ലോ. ഇതാണ് കിങ് മോമോ. ദാ വണ്ടിയുടെ മുകളിൽ നിന്ന് എല്ലാരെയും കൈവീശി കാണിക്കുന്നുണ്ടോ. കിങ് മോമോ എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കാർണിവൽ. ഭയങ്കര ജോളി ആയിട്ടുള്ള, എല്ലാവർക്കും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രാജാവിനെയാണ് ഈ കിങ് മോമോ റെപ്രസെന്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും കാർണിവലിന് മുമ്പ് ഗോവ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു സ്ക്രീനിങ് നടത്തി നല്ല ജോളി ആയിട്ടുള്ള ഒരാളെ കിങ് മോമോ ആയിട്ട് സെലക്ട് ചെയ്യും. ആളായിരിക്കും കാർണിവലിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതും ഏറ്റവും മുന്നിൽ നിന്ന് പരേഡ് നയിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർണിവലാണ് ഗോവ കാർണിവൽ. ഗോവയുടെ കാർണിവൽ ഹിസ്റ്ററിക്ക് ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ട്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് 4 ദിവസം നോൺ സ്റ്റോപ്പ് സെലിബ്രേഷൻ ആയിരിക്കും ഗോവ മൊത്തം. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ റെപ്രസെന്റ് ചെയ്ത് ഫ്ലോട്ടുകളും പരേഡും ഉണ്ടാവും. കണ്ടില്ലേ, നേവി, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ. ആളാകെ കലിപ്പിലാണെന്നാ തോന്നുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് റോഡ് സേഫ്റ്റി അവയർനെസിന്റെ ക്യാമ്പയിൻ. അവതാരൊക്കെ ഉണ്ട് കേട്ടോ. ആളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്ക്. വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് തട്ടിപ്പോയ ആരുടെയോ ബോഡിയാണെന്ന് തോന്നുന്നു പെട്ടി. പോർച്ചുഗീസ് ട്രഡീഷണൽ ഡ്രസ്സസും അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഇതിൽ നമുക്ക് കാണാം. ഇവരെ നോക്ക്, എത്ര ക്യൂട്ടല്ലേ. അവരുടെ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് കണ്ടോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് ആണ്. വണ്ടിയിലിരുന്ന് ലൈവായിട്ട് കയറ് വിരിച്ചുകൊണ്ടിരിക്കുക. ഈ അമ്മ ഫുൾ എനർജിയിലായിരുന്നു. എന്ത് രസമായിട്ടാ ചിരിച്ച് ഡാൻസ് കളിക്കുന്നത് നോക്ക്. ട്രഡീഷണൽ കൊങ്കണി പാട്ടുകളും ഡാൻസുകളും ഒക്കെ ഉണ്ട് പരേഡില്. ഇത് നമ്മുടെ പുഷ്പയല്ലേ. രക്തയന്തരം മോഷ്ടിച്ചതിന് പുഷ്പയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ തോന്നുന്നു. പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല. ദാ മോളി ഇന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എത്ര കളർഫുൾ ആണ് എല്ലാം കാണാനായിട്ട്.
ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഗോവ കാർണിവൽ. എല്ലാ വർഷവും ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസമായിട്ടായിരിക്കും ഗോവ കാർണിവലിന്റെ ഡേറ്റ് വരുന്നത്. ഈസ്റ്ററിന് വേണ്ടിയിട്ട് 50 നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള 4 ദിവസം. 2025 ഈ ഡേറ്റ് വരുന്നത് മാർച്ച് 1 തൊട്ട് 4 വരെ ആയിരിക്കും. ഗോവ കാർണിവൽ കാണാൻ വേണ്ടി ഈ ഡേറ്റ് എപ്പോ ഇപ്പോഴേ സേവ് ചെയ്ത് വെച്ചോ. പരേഡ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് രാത്രിയാവും തീരാൻ. ഇപ്പൊ സമയം 7:30 രാത്രിയായി തുടങ്ങിയപ്പോൾ കസീനോസ്, നൈറ്റ് പാർട്ടീസ് എല്ലാം ലൈവ് ആയിട്ടുണ്ട്. ആ കാണുന്നതൊക്കെ കസീനോകളാണ്. ക്രൂയിസില് ഡെൽറ്റിൻ റോയൽ, കസീനോ പ്രൈഡ്, ബിഗ് ഡാഡി, ഇങ്ങനെ ഒരുപാട് ക്രൂയിസ് കസീനോകളുണ്ട് ഗോവയിൽ. ബിഗ് ഡാഡി ഇവിടുത്തെ ഒരു മെയിൻ കസീനോ ആണ്. പണ്ട് GTA വൈസ് സിറ്റി കളിച്ചിട്ടുള്ളപ്പോൾ അതിൽ മാത്രമേ ഞാൻ ഇതുവരെ കസീനോ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഒന്ന് കയറി നോക്കാം, എന്താ സംഭവം എന്നറിയാലോ. ടിക്കറ്റൊക്കെ എടുത്തു. 3500 രൂപ മുതൽ 6000 രൂപ വരെ വരുന്ന പല പാക്കേജുകളുണ്ട്. 3500 രൂപയുടെ റെഗുലർ പാക്കേജ് എടുത്തു. അൺലിമിറ്റഡ് ഫുഡ് ആൻഡ് ലിക്കർ. ഈ ബോട്ടിലാണ് നമ്മളെ ക്രൂയിസിലോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ബിഗ് ഡാഡി കസീനോ. ബോട്ടിൽ നിന്ന് ഇനി കസീനോയിലോട്ട് കയറാം. ആഹാ, കൊള്ളാലോ. സ്വീകരിക്കാൻ രാജാവൊക്കെ ഉണ്ടോ? നമസ്കാരം. ഇവിടാണ് ഗ്യാംബ്ലിംഗ് നടക്കുന്നത്. ഇവിടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഇതാണ് റെസ്റ്റോറന്റ്. രാത്രി 8 മണി തൊട്ട് 1 മണി വരെ ഇവിടെ ലൈവ് പെർഫോമൻസ് ഉണ്ട്. കസീനോസിനെ പറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇമേജേ അല്ല ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത്. ഫാമിലീസിനൊന്നും വരാൻ പറ്റിയൊരു സ്ഥലമായിട്ടല്ല ഞാൻ ഇതിനെ വിചാരിച്ചിരുന്നത്. കുട്ടികൾക്കൊന്നും എൻട്രി കാണില്ല അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് ഫാമിലീസും കുട്ടികൾക്ക് പ്രത്യേകം പ്ലേ ഏരിയയും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 11 മണി ആവാറായപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇങ്ങോട്ടേക്ക് വന്നതുപോലെ തന്നെ ഷിപ്പിൽ നമ്മളെ എൻട്രൻസിന്റെ അവിടേക്ക് കൊണ്ടാക്കും. എത്ര കസീനോകളാണ് രാത്രിയിൽ ഫുൾ ലൈവ് ആയിട്ടുള്ളത് നോക്ക്. പാർട്ടിയും ലൈറ്റ്സും ഒക്കെ ആയിട്ട് രാത്രിയിൽ ഗോവ ഒരു പ്രത്യേക വൈബാണ്. ഇതാണ് മണ്ടോവി ബ്രിഡ്ജ്, ഗോവയുടെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്ക്. ഒരുപാട് രാത്രിയായി, ഇനി നേരെ റൂമിലെത്തണം. നാളെ രാവിലെ സ്കൂട്ടറൊക്കെ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട്. വെറും 2 ദിവസത്തെ ഒരു ഗോവ ട്രിപ്പായിരുന്നു ഇത്. അതുകൊണ്ട് ഗോവ ഫുള്ളായിട്ട് കറങ്ങാനൊന്നും പറ്റിയില്ല. എന്നാലും ഉണ്ടായിരുന്ന 2 ദിവസം പൊളിയായിരുന്നു. ഇനിയെപ്പോഴേലും വീണ്ടും വരണം ഗോവയ്ക്ക്, കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോ ഇതായിരുന്നു ഞങ്ങളുടെ ഗോവ ട്രിപ്പ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും